അതിൻ്റെ അടുത്തേക്ക് വന്നിട്ട് എങ്ങനെ ഇതിൻ്റെ അടുത്തോട്ട് പോകും, ചേച്ചി ഇനി വന്നേ, ചേച്ചി എത്ര നേരമായിട്ട് വിളിക്കുന്നു എന്നും പറഞ്ഞിട്ട് സ്ക്രീം ചെയ്യാണ്. അപ്പോൾ കയറി കിടന്നപ്പോൾ എൻ്റെ മനസ്സിൽ ഇവരിപ്പോൾ ആ സ്ക്രീൻ പിടിച്ചിടും, അല്ലെങ്കിൽ ഈ വരാന്തയിലോട്ടുള്ള ഡോർ അടയ്ക്കും. ഞാൻ അതിന് വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ പുള്ളിക്കാരി, ഞാൻ നിന്നെ വേറൊന്നും ചെയ്യാൻ പോകുന്നില്ല, ഷേവ് ചെയ്യാനാ, ഡ്രസ്സ് മാറ്റ്. അപ്പോൾ ഞാൻ ഡോറിലോട്ട് നോക്കിയിട്ട് മറ്റേ കുട്ടികൾ നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി അവരത് ക്ലോസ് ചെയ്യാൻ പോകുന്നില്ല. അവരത് അങ്ങനെ ക്രൗണിങ് നടക്കുന്ന സമയത്ത് ആ കുഞ്ഞ് താഴെ പോയിരുന്നെങ്കിലോ, ഇവരാര് പിടിച്ചേനെ അതിനെ? ആ കുഞ്ഞിൻ്റെ തല ഞാൻ കണ്ടു. അവർ ആ കുട്ടി ബെഡിൽ നിന്ന് എണീക്കുമ്പോഴത്തേക്ക് തല വെളിയിൽ വരുന്നുണ്ട് എന്നുള്ളത് എനിക്ക് കാണാം. ഈ കോവിഡ് പോസിറ്റീവ് ഉള്ള ഞാനാണ് മാസ്കോ, സാനിറ്റൈസറോ, ഹാൻഡ് വാഷോ ഒന്നും ഇല്ലാതെ 10-14 ഗർഭിണികളുടെ കൂടെ ഒരു രാത്രി മുഴുവനും പിറ്റേന്ന് ഉച്ച വരെയും ടൈം സ്പെൻഡ് ചെയ്തത്. ഇപ്പം ഞാനിട്ട പോസ്റ്റിലായാലും തന്നെ ഞാൻ വീണ ജോർജ് എന്നും പറഞ്ഞ് ടാഗ് ചെയ്തിട്ടുണ്ട്. എൻ്റെ പോസ്റ്റിന് താഴെ കമന്റ് ചെയ്യുന്നവരൊക്കെ വീണ ജോർജ് ഹെൽത്ത് മിനിസ്റ്റർ, ഹെൽത്ത് കേരള എന്നൊക്കെ പറഞ്ഞിട്ടാണ് കമന്റ് ചെയ്യുന്നത്. പക്ഷേ ഇതുവരെയും അതൊന്നും സീൻ ചെയ്യുകയോ, ഞാൻ പുള്ളിക്കാരിക്ക് ഞാൻ പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചു, മാം പ്ലീസ് കൺസിഡർ ദിസ് എന്ന് പറഞ്ഞിട്ട് ഞാൻ മെസ്സേജ് അയച്ചു, അതും കണ്ടില്ല. ആ ഹോസ്പിറ്റലിൽ നിന്ന് വരാനെടുത്ത തീരുമാനമാണ് എൻ്റെ മോൻ്റെ ലൈഫിൽ ഞാൻ എടുത്ത ഏറ്റവും വലിയ ബെസ്റ്റ് ചോയ്സ്. അപ്പോൾ നമുക്ക് മറക്കാൻ പറ്റാത്തൊരു ദിവസമായിരിക്കണം നമ്മുടെ ഡെലിവറി ഡേ. പക്ഷേ അത് നേരെ ഓപ്പോസിറ്റ് ആവും നിങ്ങൾ വണ്ടാനത്ത് പോയി കഴിഞ്ഞാൽ. നിങ്ങൾക്ക് ഒരിക്കലും ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത ദിവസമാവും അവിടെയാണ് നിങ്ങൾ ഡെലിവറിക്ക് പോകുന്നതെങ്കിലും. കുഞ്ഞ് രക്ഷപ്പെടാൻ അവിടെ പോകണം എന്ന് പറയുന്ന ഹോസ്പിറ്റലുകാരോട് നിങ്ങൾ ആദ്യം പോയി അവിടെ ഒന്ന് കാണണം. ദൃശ്യമാധ്യമങ്ങളിലൂടെയൊക്കെ കണ്ട ഒരു വാർത്തയുണ്ട്. ആലപ്പുഴ ജില്ലയിലെ വണ്ടാനം മെഡിക്കൽ കോളേജിൽ ഒരു അമ്മയും കുഞ്ഞും മരിച്ച വാർത്ത. നമ്മളെല്ലാവരും ഞെട്ടലിലൂടെയാണ് വാർത്ത കണ്ടതും. ഇന്ന് 2 ദിവസം മുമ്പ് നടന്ന വാർത്ത ഇന്ന് അതൊരു ചർച്ചയെ അല്ലാതായി. ഇന്നത്തെ മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലും ഒന്നും ആ വാർത്ത വലിയ രീതിയിൽ കാണുന്നില്ല. പക്ഷേ അവിടെ ഗർഭിണികളായ സ്ത്രീകൾ അനുഭവിക്കുന്ന ദുരവസ്ഥയെക്കുറിച്ച് നമുക്കൊന്ന് അന്വേഷിക്കേണ്ടതുണ്ടായിരുന്നു. സോഷ്യൽ മീഡിയയിൽ കൊല്ലം ജില്ലയിലെ ഇരവിപുരത്തുള്ള ലയോണ എന്ന് പറയുന്ന ഒരു ഗർഭിണിയായ സ്ത്രീ ആ സമയത്ത് വണ്ടാനം മെഡിക്കൽ കോളേജിൽ അബദ്ധവശാൽ വന്നു പെട്ടു. ഒരു ദിവസം കൊണ്ട് അവരവിടുന്ന് ജീവനും കൊണ്ട് രക്ഷപ്പെടുകയാണ് ഉണ്ടായത്. ജീവനും കൊണ്ട് രക്ഷപ്പെട്ട് കൊല്ലം മെഡിസിറ്റി ഹോസ്പിറ്റലിൽ അവർ പ്രസവം കഴിഞ്ഞ് ഇന്ന് ഡിസ്ചാർജായി വന്നതാണ്. നമ്മുടെ വണ്ടാനം മെഡിക്കൽ കോളേജിൽ ആലപ്പുഴയുള്ള സാധു സ്ത്രീകളൊക്കെ പ്രസവിക്കാൻ വേണ്ടി പോകുന്ന ആ വൃത്തികെട്ട മെഡിക്കൽ കോളേജിൽ നടക്കുന്ന ഹീനമായ പ്രവൃത്തികളെക്കുറിച്ച് വെളിപ്പെടുത്തുകയാണ് ലയോണ. ഇനി എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, ഇത് നിങ്ങൾ എല്ലാം മുഴുവൻ കേൾക്കണം, എല്ലാം മാക്സിമം ഷെയർ ചെയ്യണം. പിന്നെ നമ്മുടെ ആരോഗ്യമന്ത്രി 2 ദിവസമായ ജീവൻ എടുത്തിട്ട് ആ ഹോസ്പിറ്റലിലെ കുട്ടി ഡോക്ടർമാരൊക്കെ കൂടെ ചേർന്നിട്ട് ഇതുവരെ ഒരു പ്രതികരണവും ആരോഗ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നോ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നോ ഉണ്ടായിട്ടില്ല. നടപടി എടുക്കണം. നിങ്ങൾ കയറി ഇറങ്ങണം, നിങ്ങൾ കയറി പരിശോധിക്കണം. പലയിടങ്ങളിലും മിന്ന പരിശോധന നടത്തി വാർത്താ മാധ്യമങ്ങളിലൊക്കെ ഇടന്നിടുന്ന വീണ ജോർജ് ദയവ് ചെയ്ത് ഈ കാര്യത്തിൽ ഒരു ശ്രദ്ധ കൊടുക്കണം. അല്ലെങ്കിൽ നമ്മുടെ ഭാവി തലമുറ, നമ്മുടെ കുട്ടികളെ എല്ലാവരും കൊന്നുകൊണ്ടിരിക്കുകയാണ്. ഗവൺമെൻറ് ഹോസ്പിറ്റൽ, ഗവൺമെൻറ് മെഡിക്കൽ കോളേജ്, ആ ലേബർ റൂമിൽ നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾ പബ്ലിക്കിൻ്റെ മുന്നിൽ തുറന്ന് പറഞ്ഞു കൊടുക്കണം. ഇനി അവിടെ അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ പുറത്ത് പോലും പറയാൻ മടിച്ചു നിൽക്കുന്ന കുറേ ആൾക്കാരുണ്ട്. നിങ്ങൾ ഒരിക്കലും പുറത്ത് പറയാൻ മടിക്കരുത്. അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലോ, അടുത്തുള്ള ദൃശ്യമാധ്യമങ്ങളിലോ, അടുത്തുള്ള ലോക്കൽ മാധ്യമങ്ങളിലോ, സോഷ്യൽ മീഡിയയിലോ, യൂട്യൂബ് ചാനലുകളിലോ നിങ്ങൾ പോയി പറഞ്ഞു കൊടുക്കണം. ഒരിക്കലും ഒരു സ്ത്രീയും ആ വഴി പോകരുത്. വഴി പോയാൽ തിരിച്ച് ജീവനോടെ ആ കുഞ്ഞിനോ അമ്മയ്ക്കോ തിരിച്ചിറങ്ങാൻ കഴിയില്ല എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. എൻ്റെ പേര് ലയോണ. ഞാൻ ആലപ്പുഴയിലൊരു ഫംഗ്ഷന് പോയതാണ്. അവിടെ വെച്ചിട്ടാണ് പെയിൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ പെയിൻ യൂഷ്വലി നമുക്ക് ഒരു 3rd ട്രൈസെമിസ്റ്ററിൽ ഉണ്ടാവും. അങ്ങനെ വെച്ചിട്ട് അത് ഇഗ്നോർ ചെയ്തു. പക്ഷെ വൈകുന്നേരം ആയപ്പോൾ കൂടി. തിരിച്ച് റിട്ടേൺ കൊല്ലം വരെ വരേണ്ടത് കൊണ്ട് അവിടുത്തെ ഒരു WNC എന്ന് പറഞ്ഞ ഹോസ്പിറ്റലിൽ പോയി. അവിടെ ചെന്ന് പെയിൻ എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഫസ്റ്റ് അവർ ചെയ്തത് PV ആണ്. PV ചെയ്തിട്ട് പറഞ്ഞു യൂട്രസും എല്ലാം ഒരുവിധം റെഡി ആയിരിക്കുന്ന പോലെ തോന്നുന്നു. കുഞ്ഞിനെ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ വെക്കാനുള്ള ഫെസിലിറ്റി ഇല്ല, അത് വണ്ടാനത്ത് മാത്രമേ ഉള്ളൂ, നിങ്ങൾ എത്രയും പെട്ടെന്ന് വണ്ടാനത്ത് പോകണമെന്ന് പറഞ്ഞു. അവരായിട്ട് തന്നെ നമുക്ക് ആംബുലൻസ് അറേഞ്ച് ചെയ്ത് തന്നു. ആംബുലൻസിന് അങ്ങനെ കോസ്റ്റോ ഒന്നും വാങ്ങിച്ചതുമില്ല. അവർ ആംബുലൻസിൽ പോകാൻ പറ്റുന്നതിൻ്റെ മാക്സിമം സ്പീഡിൽ ആ പുള്ളിക്കാരൻ ഞങ്ങളെ അവിടെ എത്തിച്ചു. വണ്ടാനത്ത് ചെന്നപ്പോഴത്തേക്ക് അവർ കുറച്ച് ജൂനിയർ ഡോക്ടേഴ്സ് ഇരിക്കുന്ന ഒരു സ്ഥലത്തേക്കാണ് ആദ്യം എന്നെ വീൽ ചെയറിൽ കൊണ്ടുപോയത്. അവർ കാര്യം ചോദിച്ചു. ഞാൻ കാര്യം പറഞ്ഞു, എനിക്കിങ്ങനെ പെയിനാണ്. അപ്പോൾ അവർ എൻ്റെ അടുത്ത് പറഞ്ഞു, ചേച്ചീനെ ലേബർ റൂമിലോട്ട് മാറ്റണം. പക്ഷേ അങ്ങനെ മാറ്റണമെങ്കിൽ ആദ്യം ഡ്രസ്സ് ചേഞ്ച് ചെയ്യണം. പുറത്തുനിന്ന് ഒരാൾ വൈറ്റ് ഷർട്ടും വൈറ്റ് ലുങ്കിയും വാങ്ങിച്ചിട്ട് വന്നാൽ മാത്രമേ ചേച്ചീനെ അകത്തോട്ട് കയറ്റത്തുള്ളൂ. അപ്പോഴത്തന്നെ ഞാൻ ആലോചിച്ചു, അപ്പോൾ ഞാനിപ്പോൾ ഡെലിവറി പെയിനായിട്ട് വന്ന് നിൽക്കുമ്പോഴത്തേക്ക് അവർ എൻ്റെ അടുത്ത് പറയുന്നത് ഞാൻ പുറത്ത് പോയി ഇത് വാങ്ങിക്കണമെന്നാണ്. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു 10:30 ആയി. പല ഷോപ്സും ക്ലോസ്ഡ് ആയി. അങ്ങനെ പോയി വാങ്ങിച്ചു. അത് വാങ്ങിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് വീണ്ടും അവർ ബൈസ്റ്റാൻഡറായിട്ട് കയറുന്ന ആൾക്കും അതുണ്ടെങ്കിലേ കയറാൻ പറ്റും. ഇത് ആദ്യം പറയുന്നില്ല.
അങ്ങനെ വീണ്ടും പോയി അതും വാങ്ങിച്ചു. ലേബർ റൂമിൻ്റെ അകത്തോട്ട് കയറിയപ്പോഴാണ് ഞാൻ ആക്ച്വലി ഷോക്ക്ഡായി പോയത്. അവിടെ കയറുമ്പോൾ തന്നെ കുറച്ച് പേര് അതൊരു കോളേജ് റൂം പോലെ എനിക്ക് തോന്നിയത്. അവർ ഡോക്ടറാണോ പഠിക്കുന്നവരാണോ എന്ന് എനിക്ക് അറിയത്തില്ല, പക്ഷെ ഒരു പ്രൊഫഷണലിസം ഞാൻ കണ്ടില്ല. അതുകൊണ്ട് ഞാൻ വിചാരിക്കുന്നു ഡോക്ടേഴ്സായി പഠിക്കുന്നവരായിരിക്കും. അവർ സ്ക്രബ്സാണ് ഇട്ടിരുന്നത്. 3 പേര് ഇരിപ്പുണ്ട്. ഞാൻ കയറി ചെന്ന് അവരുടെ മുമ്പിൽ ഞാൻ നിന്നിട്ടും അവരുടെ കാര്യത്തിൽ ഇൻവോൾവ് ആണ്. ഒരാൾ ഫോൺ നോക്കുകയാണ്, ഒരാൾ ബുക്ക് വായിക്കുകയാണ്, ഒരാളുടെ തോളിൽ കിടക്കുകയാണ്. അയാളുടെ കാല് ആ ഡെസ്കിലും ഉണ്ട്. അപ്പോൾ ആ കിടക്കുന്ന ആൾ എൻ്റെ അടുത്ത് എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ എൻ്റെ കയ്യിൽ പേപ്പേഴ്സ് ഒന്നും ഇല്ല, എന്നെ വീൽ ചെയറിലാണ് അതിൻ്റെ അകത്ത് കൊണ്ടുവന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതെനിക്ക് ഇപ്പോൾ WNC നിന്ന് എന്നെ വിട്ടതാണ്, എനിക്ക് പെയിൻ സ്റ്റാർട്ട് ചെയ്തു, രാവിലെ തുടങ്ങിയ പെയിനാണ്, ഇപ്പോൾ കൂടി വരുന്നുണ്ടെന്ന് പറഞ്ഞു. അവിടെ ഒരു ബെഡുണ്ട്, പോയി കിടക്കാൻ പറഞ്ഞു. ഈ ബെഡിൻ്റെ അടുത്തേക്ക് പോയപ്പോഴാണ് അവിടെ കിടക്കുന്ന വേറെ ഒരു കുട്ടി അവിടെ നിലവിളിച്ചുകൊണ്ട്, ഞാൻ ചെന്നപ്പോൾ തൊട്ടത് കരയാണ്, അയ്യോ എനിക്ക് വയ്യ, എനിക്ക് വേദനിക്കുന്നു എന്നും പറഞ്ഞ് കരയുക. അവിടെ കിടന്നു. ഞാൻ അത്രയും ക്ലോസ് ആയിട്ടൊരു ലേബർ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. എൻ്റെത് ഫസ്റ്റ് C-സെക്ഷൻ ആയതുകൊണ്ട് തന്നെ ഞാൻ നോർമൽ ഡെലിവറി ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ അവിടെ കിടന്ന് ഇപ്പോൾ എൻ്റെ അടുത്ത് WNC ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞത് എനിക്ക് നോർമൽ നടക്കാൻ സാധ്യതയുണ്ടെന്നാണ്. അപ്പോൾ എൻ്റെ മൈൻഡിൽ എനിക്ക് നോർമൽ നടക്കാം. അപ്പം ഒരു നോർമൽ ഡെലിവറിയാണ് ഞാൻ ഈ മുമ്പിൽ കാണുന്നത്. അതിൻ്റെ അടുത്തെങ്ങും ആരും ഇല്ല. ആ കിടക്കുന്ന ബെഡിന് നമ്മുടെ നോർമൽ ഒരു പേഷ്യൻ്റ് കിടക്കുന്ന ബെഡിൻ്റെ അത്രയും വീതിയില്ല. ആ കുട്ടിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ എന്തോ അത് കിടക്കുന്നു, കരയുന്നു, ആരും അടുത്തോട്ട് പോകുന്നുമില്ല. ഇവരൊക്കെ അതേ പൊസിഷനിൽ ഞാൻ പോയി കിടന്നിട്ടും അവരൊന്നും എണീറ്റ് വരുന്നതൊന്നുമില്ല. അപ്പോൾ ഞാൻ നോക്കി നിൽക്കുക തന്നെ ആ കുട്ടിയുടെ വാട്ടർ ബ്രേക്കായി, അത് 1ഉം 2ഉം എല്ലാം പോയി, ബ്ലഡും വരുന്നുണ്ട്. അപ്പോൾ അത് അന്നേരവും കിടന്ന് അയ്യോ അയ്യോ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോഴത്തേക്ക് 2-3 പേര് വന്നിട്ട് അതിൻ്റെ അടുത്തേക്ക് വന്നിട്ട് എങ്ങനെ ഇതിൻ്റെ അടുത്തോട്ട് പോകും, ചേച്ചി ഇനി വന്നേ, ചേച്ചി എത്ര നേരമായിട്ട് വിളിക്കുന്നു എന്നും പറഞ്ഞിട്ട് സ്ക്രീം ചെയ്യാണ്. ഈ പറയുന്ന ചേച്ചി തന്നെ അവിടെ തൂക്കുന്നത് ഞാൻ കണ്ടു. അപ്പോൾ ഈ പുള്ളിക്കാരി വന്നിട്ടാണ് ഇത് ക്ലീൻ ചെയ്യുന്നത്. ക്ലീൻ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ കണ്ടു അതിന് ക്രൗണിങ് സ്റ്റാർട്ടായി, ബേബിയുടെ തല എനിക്ക് കാണാം. അപ്പോൾ അവർ പറയാ എണീറ്റ് ഇനി ഈ ബെഡിൽ പറ്റത്തില്ല, എണീറ്റ് വന്നിട്ട് ആ ടൈമിൽ ആ ക്രൗഡിങ് നടക്കുന്ന സമയത്ത് എത്ര പെയിൻ ഉണ്ടാവുമെന്ന് ഞാൻ വായിച്ചും കണ്ടുമൊക്കെ കേട്ടിട്ടുണ്ട്. ആ സമയത്ത് അതിനോട് അവർ എണീറ്റ് നടക്കാൻ പറയാം. അത് എണീറ്റ് നടന്ന് അപ്പുറത്ത് റൂമിൽ പോയി കിടക്കണം. അവരാരും അതിൻ്റെ കയ്യിൽ തൊടുന്നത് കൂടിയില്ല, ഒരു സപ്പോർട്ടോ കൊടുക്കുന്നില്ല. അത്രയും ദൂരെ നിന്നിട്ട് തന്നെയാണ് എണീക്കാനല്ലേ പറയുന്നത്, എണീക്കുന്നത് അത് പറയുന്നുണ്ട്, എനിക്ക് പറ്റുന്നില്ല, എനിക്ക് എണീക്കാൻ പറ്റുന്നില്ല എന്ന് അത് പറയുന്നുണ്ട്. പക്ഷെ ഇവരത് വകവെക്കുന്നില്ല. എണീറ്റ് വന്ന് കിടക്ക്, പ്രസവം നടക്കണ്ടേ എണീക്കെന്നും പറഞ്ഞിട്ട്. അത് എണീറ്റ് എൻ്റെ മുമ്പിൽ കൂടെ നടന്നു പോകുമ്പോൾ ആ ഫ്ലോറിലെല്ലാം ബ്ലഡ് വീഴുന്നുണ്ട്. അതിന് നടക്കാനും വയ്യ. എന്നിട്ട് അത് തനിയെ ആ മറ്റേ ലേബർ ബെഡിലേക്ക് കയറി കിടന്നു. അത് കഴിഞ്ഞ് ഞാൻ കേൾക്കുന്ന ആ കൊച്ചിൻ്റെ കരച്ചിലും കേൾക്കാം, കുഞ്ഞിൻ്റെ കരച്ചിലും കേൾക്കാം. കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ട് കഴിയുമ്പോൾ നമ്മൾ നോർമലായിട്ട് പ്രതീക്ഷിക്കുമല്ലോ, മോനാണ് അല്ലെങ്കിൽ മോളാണ് എന്നിപ്പോൾ ഡോക്ടർ പറയുന്നു. 10 മാസം എല്ലാ അമ്മമാരും ഈഗറായിട്ട് വെയിറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണത്. ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്നറിയാം. അവരൊന്നും മിണ്ടുന്നില്ല. ആ കൊച്ചിനെ എടുത്തിട്ട് അതിൻ്റെ ആളെ വിളിക്കൂ, ഒരു തുണി കൊണ്ടുവന്നു, കൊച്ചിനെ വെളിയിലോട്ട് കൊണ്ടുപോകുന്നു, അതൊക്കെ നടക്കുന്നു. അപ്പോൾ ഈ ഡോക്ടർ തന്നെ തിരിച്ചു വരുമ്പോൾ എൻ്റെ അടുത്ത് കിടക്കുന്ന വേറെ ആൾക്കാർ ചോദിക്കുന്നുണ്ട്, ആ കുട്ടിയുടെ പേര് പറഞ്ഞിട്ട്, ഡോക്ടർ എന്ത് കുഞ്ഞാ, അത് ഞങ്ങൾ നോക്കാറൊന്നുമില്ല. അത് കണ്ടപ്പോഴത്തേക്ക് ഞാൻ മനസ്സിൽ ഡിസൈഡ് ചെയ്ത് എനിക്ക് നോർമൽ നടക്കുകയാണെങ്കിൽ എനിക്ക് ഒരിക്കലും ഈ ഹോസ്പിറ്റലിൽ ഞാൻ ചെയ്യില്ല. എനിക്ക് പെയിൻ വന്നാലും, കാരണം എന്നെ കൊണ്ടത് പറ്റത്തില്ല. നമ്മൾ ഒരു ഹോസ്പിറ്റലിലോട്ട് കയറി ചെല്ലുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ അകത്തോട്ട് ബൈസ്റ്റാൻഡേഴ്സിനെയും വിടില്ല. ഇതെല്ലാം നടക്കുമ്പോഴും ഇവരാരും എൻ്റെ അടുത്തോട്ട് വരയോ എന്നെ തൊടയോ ഒന്നും ചെയ്തിട്ടില്ല. അത് കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഒരു ഡോക്ടർ വന്നിട്ട് ഇപ്പോൾ തന്നെ സിസേറിയൻ ചെയ്യണമെന്നാണ് പറഞ്ഞത്, പോയി ക്ലീൻ ചെയ്യാൻ പറഞ്ഞു. എവിടെയാണെന്ന് ചോദിച്ചാൽ പറഞ്ഞ് അങ്ങോട്ട് ചെന്നാൽ മതി. അപ്പോഴാണ് ഞാൻ കാണുന്നത് നേരത്തെ മറ്റേ കുട്ടിയെ ക്ലീൻ ചെയ്ത അതേ ചേച്ചിയാണ് എന്നെ വിളിക്കാൻ വരുന്നത്. പുള്ളിക്കാരി വന്നിട്ട് നമ്മളെ ക്ലീൻ ചെയ്യാൻ കിടത്തുന്നത് ഒരു ഡെസ്കിലാണ്, തീരെ വീതി കുറഞ്ഞ ഒരു ഡെസ്ക്. ആ ഡെസ്കിലോട്ട് കയറാനായിട്ട് അവിടെ ഒരു സ്റ്റൂൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇവർ വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു അവിടെ കയറാം. അപ്പോൾ ഞാൻ അതിൽ കയറിയപ്പോൾ ആ റൂമിന് ഒരു അത്യാവശ്യം വലിപ്പമുള്ളൊരു ഡോറുണ്ട്, സൈഡിലൊരു ഗ്രീൻ സ്ക്രീനും ഇരിപ്പുണ്ട്. അപ്പോൾ കയറി കിടന്നപ്പോൾ എൻ്റെ മനസ്സിൽ ഇവരിപ്പോൾ ആ സ്ക്രീൻ പിടിച്ചിടുക അല്ലെങ്കിൽ ഈ വരാന്തയിലോട്ടുള്ള ഡോർ അടയ്ക്കും, ഞാൻ അതിന് വെയിറ്റ് ചെയ്യണം. അപ്പോൾ പുള്ളിക്കാരി ഞാൻ നിന്നെ വേറൊന്നും ചെയ്യാൻ പോകുന്നില്ല, ഷേവ് ചെയ്യാനാ, ഡ്രസ്സ് മാറ്റ്. അപ്പോൾ ഞാൻ ഡോറിലോട്ട് നോക്കിയിട്ടും മറ്റേ കുട്ടികൾ നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി അവരത് ക്ലോസ് ചെയ്യാൻ പോകുന്നില്ല. അവരതങ്ങനെ അവർക്ക് പറ്റും, അവരുടെ ഒരു കൈ വെച്ച് ആ സ്ക്രീൻ ഒന്ന് പിടിച്ചിട്ടാൽ നമ്മൾ എത്ര ഒരു സെക്യൂർ ആയിട്ട് ഫീൽ ചെയ്യുമെന്നറിയാം. അതിൻ്റെ മുമ്പിൽ കൂടെ ഡോക്ടേഴ്സ് നടക്കുന്നുണ്ട്, ക്ലീനേഴ്സ് നടക്കുന്നുണ്ട്, അവർ എല്ലാവരുടെയും മുമ്പിലാണ് നമ്മൾ കിടക്കുന്നത്. ഒരു വരാന്തയിൽ കിടന്നിട്ട് ക്ലീൻ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു. ക്ലീൻ ചെയ്യാനായിട്ട് കോട്ടനോ അല്ലെങ്കിൽ സാനിറ്റൈസേഷനോ ഉള്ള ഒന്നും യൂസ് ചെയ്തിട്ടില്ല. ഒരു നോർമൽ ഒരു റേസർ വെച്ചിട്ടാണ് അവർ ക്ലീൻ ചെയ്തത്. ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് അവർ പറഞ്ഞ് എണീറ്റ് പോയി അവിടെ കിടക്കാൻ. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴാണ് 2 ഡോക്ടേഴ്സ് വന്നിട്ട് ഒന്ന് എക്സാമിൻ ചെയ്യണമെന്ന്. പക്ഷേ അത് PV അല്ല, PV ചെയ്യുന്നത് എങ്ങനെയാണെന്ന് എനിക്കറിയാം. അവരെന്തോ ഒരു ഇൻസ്ട്രുമെൻറ്റ് ഇൻസേർട്ട് ചെയ്തിട്ട് എടുത്തിട്ട് പറഞ്ഞു ഇൻഫെക്ഷൻ ഉണ്ട്, അത്യാവശ്യമായിട്ടൊരു മരുന്ന് മേടിക്കണം. എന്നിട്ട് അവർ പോയി. വീണ്ടും ഒരു 10-20 മിനിറ്റ് ഞാനും ബെഡും ശൂന്യതയും മാത്രം. മറ്റേ കുട്ടിയുടെ ഡെലിവറി കഴിഞ്ഞു, അതും അവിടുന്ന് പോയി. അപ്പോൾ ഇവർ വന്നിട്ട് പറഞ്ഞു ഇപ്പോൾ പെയിനൊന്നും ഇല്ലല്ലോ, അങ്ങോട്ട് പോയി കിടന്നോളാൻ.
അപ്പോൾ ഞാൻ അങ്ങോട്ട് പോകുന്ന വഴിക്ക് എനിക്ക് കേൾക്കാം ബൈസ്റ്റാൻഡറിൻ്റെ അടുത്ത് എന്തോ മെഡിസിൻ പറയുന്നുണ്ട്. പിന്നെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്മ തിരിച്ചകത്ത് വന്നിട്ട് ഇവിടെ എങ്ങും ഒരു കടയിലും ഇതില്ല, ഇവിടുത്തെ ഫാർമസിയിലും ഇല്ല, ഈ മരുന്ന് ഇപ്പോൾ കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് അമ്മ തിരിച്ചു വരുന്നത്. അവർ ആ പേപ്പർ ശരി എന്ന് പറഞ്ഞിട്ട് അമ്മേൻ്റെ അടുത്ത് ചൂടാവുക, നിങ്ങൾ ഇതിൻ്റെ അകത്ത് കയറാൻ ആര് പറഞ്ഞു എന്ന്. അപ്പം അമ്മ പറഞ്ഞു ഇതിൻ്റെ അകത്തോട്ട് വന്ന വഴിക്ക് ആരും എന്നെ തടയാനൊന്നും കണ്ടില്ല, ഞാൻ ഇത് മെഡിസിൻ്റെ കാര്യം പറയാനാണ് വന്നതെന്ന് പറഞ്ഞു. അവർ ആ പേപ്പർ വാങ്ങിച്ചു വെച്ചു. എനിക്ക് മെഡിസിൻ ഒന്നും തന്നിട്ടില്ല. അപ്പോൾ ഞാൻ തിരിച്ചു പോയി അവിടെ കിടക്കാൻ നോക്കിയപ്പോൾ ആ ബെഡെല്ലാം ഫുള്ളാണ്. എല്ലാ ബെഡിലും പ്രഗ്നൻ്റ് ആയിട്ടുള്ള ലേഡീസ് ഉണ്ട്. നോർമലി ഒരു പേഷ്യൻറ്റിന് കിടക്കാൻ തന്നെ ഹോസ്പിറ്റലിൽ ഒരു ബെഡ് വേണം. അപ്പോൾ പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ കിടക്കാൻ അത്രയും സ്ഥലം വേണ്ടേ. ഞാൻ വന്നിട്ട് അവിടെ ബെഡില്ലെന്ന് പറഞ്ഞപ്പോൾ അവർ ചൂടായിട്ട് എന്നോട് പറയാം, ബെഡില്ലെങ്കിൽ 2 പേര് കയറി കിടക്കണം. ഞാൻ ചെന്ന് നോക്കിയിട്ട് എനിക്ക് കയറി കിടക്കാൻ ഒരു സ്ഥലം ആ ഒരു ബെഡിൽ ഞാൻ കണ്ടില്ല. അപ്പോൾ കോർണറിൽ ഒത്തിരി പൊക്കമുള്ള ഒരു ബെഡുണ്ട്. അതിൽ ഷീറ്റൊന്നും ഇല്ല. നമ്മുടെ ഈ ഗർഭിണികൾ അവർ കൊണ്ടുവരുന്ന ഒരു ഷീറ്റ് മാത്രം അവർക്ക് പുതയ്ക്കാം, അല്ലെങ്കിൽ അതിലൊരു വിരിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അതിൽ പൂപ്പൽ പോലെ അങ്ങനെയൊക്കെ കിടപ്പുണ്ട്. ആ ബെഡിൽ കിടന്നു കഴിഞ്ഞപ്പോഴത്തേക്കാണ് ടോയ്ലറ്റിൽ പോകേണ്ട കാര്യം വന്നത്. ടോയ്ലറ്റിൽ ചെന്നപ്പോഴത്തേക്കാണ് നമ്മുടെ ഒരു കണങ്കാല് വരെ വെള്ളമുണ്ട് അതിൻ്റെ അകത്ത്. അത് വെള്ളം മാത്രമല്ല, എല്ലാ ഗർഭിണികൾക്കും ഇരിക്കാൻ പറ്റിയെന്ന് വരത്തില്ല. അതും കൂടാതെ ഇവർ ലേബറിൻ്റെ 2nd സ്റ്റേജ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് ഇനിമ കൊടുക്കുന്നത്. അപ്പോഴത്തേക്ക് അവർക്ക് നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ എങ്ങനെയൊക്കെയോ ടോയ്ലറ്റിൽ ചെന്നിട്ടാണ് ഇനിമ കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് അവർ പോണത്. നമുക്ക് അതൊക്കെ അവിടെ കിടപ്പുണ്ട്. അതിൽ ചവിട്ടി വേണം നമ്മൾ പോകാൻ. അവർ പറയുന്ന കേട്ടാത്തൊന്നും അത് അത്ര ക്ലീൻ ആയിട്ടുള്ള സ്ഥലമാണ്. അതിൻ്റെ അത് ചെരുപ്പിടാൻ പാടില്ല പോലും. ആ വെള്ളത്തിൽ ചവിട്ടി വേണം നമ്മൾ ആ ടോയ്ലറ്റിൽ ഇരിക്കാനായിട്ട്. അതിന് സീറ്റില്ല, കവറില്ല, കതവിന് കുറ്റിയില്ല. ആ ഡോറ് തുറക്കുന്നത് നേരെ ഈ ക്ലീനിങ് ഏരിയയിലോട്ടും പിന്നെ അവിടുന്ന് നേരെ വരാന്തയിലോട്ടും. അപ്പോൾ ഞാൻ ഇരുന്നിട്ട് ഞാൻ എൻ്റെ കൈവച്ച് ആ ഡോറ് പ്രസ് ചെയ്ത് പിടിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഞാൻ അത്രയും ബെൻഡ് ചെയ്തപ്പോൾ എൻ്റെ പ്രഗ്നൻ്റ് ആയിട്ടുള്ള എൻ്റെ ബെല്ലി മുഴുവൻ ആ ടോയ്ലറ്റിൻ്റെ അകത്തായിരുന്നു. എന്നിട്ട് ഞാൻ തിരിച്ചു വന്നു കഴിഞ്ഞിട്ട് ഞാൻ അവിടെ അടുത്ത് കിടന്ന ആളോട് പറഞ്ഞു ഞാൻ പോകും, എനിക്ക് പറ്റുന്നില്ല, എന്തുവാ ഓപ്ഷൻ എന്ന് വെച്ചപ്പോൾ ആ പുള്ളിക്കാരിയാണ് പറഞ്ഞത് നിങ്ങൾ എഴുതി കൊടുത്താൽ ചിലപ്പോൾ വിടും, നിങ്ങളുടെ റിസ്കിൽ നിങ്ങൾ പോകുവാന്ന് എഴുതി കൊടുക്കാൻ. അപ്പം ഞാൻ അതിനോട് ചോദിച്ചു എത്രാമത്തതാണെന്ന്. അപ്പോൾ അത് പറഞ്ഞു 3ാമത്തതാണ്. പോകാൻ വേറെ സ്ഥലം ഇല്ലാത്തത് കൊണ്ടാണ് ഇവിടെ വന്ന് മൂന്നാമത്തതിനും അവിടെ കിടക്കുന്നതെന്ന്. അപ്പോഴാണ് ഞാൻ ഈ ടോയ്ലറ്റിൻ്റെ കാര്യം പറഞ്ഞത്. എനിക്കത് പുഷ് ചെയ്ത് പിടിക്കാൻ എനിക്ക് എത്തുന്നില്ല, എനിക്ക് നീളമില്ല അത്രയും. അപ്പോൾ ആ കുട്ടി പറയുന്നു ഞങ്ങളൊക്കെ ആ ടോയ്ലറ്റ് കഴുകുന്ന ബ്രഷ് എടുത്ത് പിടിക്കുന്നു. അപ്പോൾ ഇമാജിൻ ഇത്രയും നേരം ആ ടോയ്ലറ്റ് കഴുകുന്ന ബ്രഷിൻ്റെ അകത്ത് പിടിച്ചിരുന്ന ഡോറിലാണ് ഞാൻ എൻ്റെ കൈ വെച്ചിരുന്നത്. ഈ കൈ തിരിച്ച് വന്ന് കഴുകാൻ ആ ടോയ്ലറ്റിൽ ഒന്നുമില്ല, ഹാൻഡ് വാഷ് ഇല്ല, സാനിറ്റൈസർ ഇല്ല, ഒരു സോപ്പില്ല, ഒന്നുമില്ല. നമ്മൾ ഈ ഷേവ് ചെയ്ത് കഴിഞ്ഞിട്ട് അവർ പോയി ക്ലീൻ ചെയ്യാൻ പറഞ്ഞത് നമ്മൾ ജസ്റ്റ് വെള്ളം ഒഴിക്കുക, നമ്മുടെ കയ്യിൽ എന്തുകൊണ്ട് അത് വെച്ച് തുടയ്ക്കുക, ഒരു കോട്ടൺ പോലും അവർ തരത്തില്ല. തിരിച്ചു വന്ന് കിടന്നു കഴിഞ്ഞിട്ട് ഞാൻ നോക്കിയപ്പോഴത്തേക്ക് അവിടെ ഫാനില്ല, ഒരു മൂലയിൽ ഒരു AC ഉണ്ട്, അതിൻ്റെ താഴെ അവർ വന്നിരിക്കുകയുള്ളൂ, അവരുടെ ഡെസ്ക് അവിടെയാണ്. ബാക്കി പ്രഗ്നൻ്റ് ആയിട്ടുള്ള ലേഡീസ് കിടക്കുന്നിടത്തൊന്നും ഫാനില്ല, നല്ല കൊതുകുണ്ട്. അവിടുന്ന് എഴുതി വാങ്ങിച്ച് വണ്ടാനത്തോട്ട് വന്നപ്പോഴത്തേക്ക് എന്നെ ആദ്യം ഡെർമറ്റോളജിയിൽ കാണിച്ചിട്ടാണ് അവർ വണ്ടാനത്തോട്ട് എന്നെ എൻകറേജ് ചെയ്തത്. ബിക്കോസ് എൻ്റെ കയ്യിൽ ചിക്കൻ ബോക്സ് വന്ന പോലത്തെ പാടായിരുന്നു. മുഖം വരെ ഞാൻ എൻ്റെ ഷീറ്റ് ഇട്ടിരുന്നു, നെറ്റിയിലും കയ്യിലും മുഴുവൻ പാടായിരുന്നു. അവിടെ എത്തിയപ്പോൾ തന്നെ നമ്മൾ രാവിലെ ഡോക്ടർ വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഡോക്ടർ എൻ്റെ റിലേറ്റീവ്സിന് ഡോക്ടറെ കാണണം. ആ മെയിൻ ഡോക്ടറാണെന്ന് തോന്നുന്നു, പുള്ളിക്കാരിനെ ഞാൻ അപ്പോഴാണ് കാണുന്നത്. ആ സെക്കൻഡിൽ പുള്ളിക്കാരി ചോദിച്ചു നിങ്ങൾക്ക് കൊല്ലത്തോട്ട് പോകണമല്ലേ എന്ന്. റിലേറ്റീവ്സിനെ കാണണമെന്ന് മാത്രമേ പറഞ്ഞോളൂ. അപ്പോഴത്തേക്ക് അവർക്ക് മനസ്സിലായി ഞങ്ങൾക്ക് പോകാനാണ് ചോദിക്കുന്നത്. അപ്പോൾ എഴുതി തരാൻ പോയിക്കോളൂ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ആ പേപ്പേഴ്സ് കൊണ്ടുവന്ന് വീണ്ടും ഈ ആദ്യം ഞാൻ കണ്ട ഡോക്ടേഴ്സാണോ എന്താ അവരുടെ അടുത്ത് പേപ്പർ കൊണ്ട് കൊടുത്തപ്പോഴത്തേക്ക് വളരെ പുച്ഛത്തോടെ എഴുതിക്കൊടു പോട്ടെ, അവർക്ക് പ്രൈവറ്റേ പറ്റത്തോളെന്ന്, അവർ പോട്ടെ. അങ്ങനെ അവർ അത് എഴുതി തന്നു. ഞാൻ അത് വായിച്ച് നോക്കിയപ്പോഴത്തേക്ക് എൻ്റെ റിലേറ്റീവ്സ് എഴുതിയിട്ടുണ്ട് ഞങ്ങളുടെ റിസ്കിൽ പോവുകയാണ് എന്നൊക്കെ. അപ്പോൾ ഉടനെ അവർ ഇവിടുന്ന് ആംബുലൻസ് തരാൻ പറ്റത്തില്ല, നിങ്ങളുടെ ഇഷ്ടത്തിന് പോകുന്നതുകൊണ്ട് ആംബുലൻസ് തരാൻ പറ്റത്തില്ല, പക്ഷേ ഈ കൊച്ചിനെ ആംബുലൻസിൽ കൊണ്ടുപോയില്ലെങ്കിൽ വഴിയിൽ എവിടെയെങ്കിലും വെച്ച് ഡെലിവറി നടന്നാൽ ഞങ്ങൾ ഉത്തരവാദികളല്ല എന്നും പറഞ്ഞിട്ട് അവിടെ സംസാരിക്കും. അപ്പോൾ നമ്മൾ പ്രൈവറ്റ് ആംബുലൻസ് വിളിക്കാമെന്നുള്ള തീരുമാനത്തിലാണ് അവിടുന്ന് ഇറങ്ങുന്നത്. അവിടുന്ന് ഇറങ്ങിയിട്ട് അവിടെ ഹോസ്പിറ്റലിന് മുന്നിൽ തന്നെ കുറേ ആംബുലൻസ് കിടപ്പുണ്ട്. അവിടെ ചെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് അവർ 5000 റുപ്പീസാണ് ചോദിക്കുന്നത് നമ്മളെ കൊല്ലം വരെ എത്തിക്കാനായിട്ട്. അപ്പോൾ തിരിച്ചു വന്നപ്പോഴത്തേക്ക് അവിടെ തന്നെ നിൽക്കുന്ന വാച്ച്മാൻ പറയാണ് നിങ്ങൾ 5000-ന് പോകേണ്ട കാര്യമില്ല, 3000-ന് ഇവിടുന്ന് പ്രൈവറ്റ് ആംബുലൻസ് പോവും. അപ്പോൾ പുള്ളിക്ക് തന്നെ അറിയാം അവരങ്ങനെയാണ് ചെയ്യുന്നത്. എന്നിട്ട് ആ വാച്ച്മാൻ പറയാം നിങ്ങൾ ഇവിടുത്തെ സൂപ്രണ്ടിനെ കണ്ടൊന്ന് പറഞ്ഞു നോക്ക്, അവർ ഇത്രയും ചോദിച്ചു എന്ന്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞില്ല വേണ്ട, ഇനി ഇതിൻ്റെ അകത്ത് കയറി ഉടക്കാനില്ല. കാരണം ആ വാച്ച്മാൻ്റെ അകത്ത് വോച്ചറായിട്ട് നിൽക്കുന്ന അവരുടെ വായിന്ന് തന്നെ കേൾക്കുന്നത് അമ്മയുടെയും ഈ അകത്ത് കിടക്കുന്ന ഡെലിവറിക്ക് കിടക്കുന്ന കുട്ടിയുടെ അമ്മയോ അമ്മായിയമ്മയോ ഒക്കെ ആയിരിക്കും ഇരിക്കുന്നത്. അപ്പം ഇവരുടെ മകനോ വേറെ ഒരു കസിനോ ഒക്കെ ആയിരിക്കും വെളിയിൽ വന്ന് നിൽക്കുന്നത്. മരുന്ന് മേടിക്കാൻ എന്തായാലും ഈ വൈറ്റ് ഡ്രസ് ഇട്ടവർ ഇവർ പുറത്ത് വിടത്തില്ല, ബൈസ്റ്റാൻഡേഴ്സിനെ. അപ്പോൾ ഈ പുറത്ത് നിൽക്കുന്ന ആണുങ്ങൾ വേണ്ട മരുന്ന് വാങ്ങിച്ചുകൊണ്ട് വരാൻ. അവർ വന്ന് വിളിച്ച് അമ്മ എന്നും പറഞ്ഞ് ഡോറ് തുറക്കുമ്പോൾ ഇവിടുന്ന് ഒരു അമ്മ ആരെങ്കിലും എണീറ്റ് പോവും മരുന്ന് വാങ്ങിക്കും. അപ്പോൾ അവർ ഈ വോച്ചർ ലേഡി അവിടെ നിന്നിട്ട് പറയുക നിനക്കൊക്കെ എന്താ രോഗമെന്ന് എനിക്കറിയാം, നീയൊക്കെ എന്തിനാ ആണുങ്ങളെ ഇതിൻ്റെ അകത്തോട്ട് വിളിച്ച് കയറ്റുന്നതെന്ന് ഞങ്ങൾക്ക് നല്ലപോലെ അറിയാം. അമ്മയും മകനും ആയിരിക്കും സംസാരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു മദർ ഇൻ ലോയും സണ്ണും ആയിരിക്കും സംസാരിക്കുന്നത്. അത്ര ചീപ്പായിട്ടാണ് ആ വോച്ചർ സംസാരിക്കുന്നത്.
എന്നിട്ട് അവർ അതിൻ്റെ അകത്ത് 2 ടോയ്ലറ്റേ ഉള്ളൂ. ഒന്ന് കാഷ്വാലിറ്റിയിലെ ടോയ്ലറ്റ്, ഒന്ന് നമ്മുടെ ഈ ലേബർ റൂമിൽ. അപ്പോൾ ഈ കാഷ്വാലിറ്റിയിലെ ടോയ്ലറ്റ് വേണം ബാക്കി ബൈസ്റ്റാൻഡേഴ്സ് യൂസ് ചെയ്യാൻ. അതിനും കുറ്റിയില്ല. അപ്പം എൻ്റെ അമ്മയും ആൻറ്റിയും കൂടെ പോയപ്പോഴത്തേക്ക് ഒരാൾ ഡോറ് പിടിക്കണമല്ലോ പൂട്ടി. അങ്ങനെ ആൻറ്റീനെയും കൊണ്ടാണ് അമ്മ പോയത്. അപ്പോൾ പോയത് ഇവർ കണ്ടില്ലാന്ന് തോന്നുന്നു. തിരിച്ചു വന്നപ്പോഴത്തേക്ക് പറയാ, നിന്റെ കൂടെ പോയവൾ എന്തിയാ, അവളെ നീ എവിടെ കൊണ്ട് ഒളിപ്പിച്ച് വെച്ചിട്ടായി വരുന്നതെന്ന്. അപ്പോൾ ആൻറ്റി തിരിച്ച് ദേഷിച്ചു. ഒളിപ്പിച്ച് വെക്കാനായിട്ട് ഇവിടുന്ന് ഞങ്ങളൊന്നും എടുക്കാനല്ലല്ലോ വന്നതെന്ന് പറഞ്ഞു. അപ്പോഴാണ് ഇവർ നോട്ടീസ് ചെയ്യുന്നത് എൻ്റെ ബൈസ്റ്റാൻഡേഴ്സ് ആയിട്ട് അവിടെ 2 പേരുണ്ടെന്ന്. ഞങ്ങളുടെ ആരും പറഞ്ഞില്ല ഒരാൾക്ക് അകത്ത് ഇരിക്കാൻ പറ്റുള്ളൂ എന്നുള്ളത്. അവിടെ ആരും കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇവരുടനെ നീ എന്തുദ്ദേശത്തിലാണ് ഇതിൻ്റെ അകത്ത് കയറി ഇരിക്കുന്നത്, നീ എന്തിനാ ഇവിടെ വന്നതെന്ന് എനിക്കറിയാം, നീ ഇന്ന് ഇവിടുന്ന് എന്തൊക്കെ പോയിട്ടുണ്ടോ അതൊക്കെ നീ ആയിരിക്കും എടുത്തത്. ഈ ഒരു ഹോസ്പിറ്റലിൽ, ഈ കൊതുകിനെ ചവിട്ടി നടക്കുന്ന ആ ഹോസ്പിറ്റലിൽ എന്തിനാ മോഷ്ടിക്കാതിരിക്കണമെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ ഇതൊക്കെ കൂടെ കേട്ടപ്പോഴത്തേക്ക് വെളിയിൽ നിന്ന് അമ്മയ്ക്കും ആൻറ്റിക്കും ഒരുവിധം കാര്യം മനസ്സിലായി. അവരും നമുക്ക് പോകാമെന്നുള്ള ഡിസിഷൻ ഫിക്സ് ചെയ്യായിരുന്നു അതോടുകൂടെ. അപ്പം അതിൻ്റെ ഇടയിൽ ഞാൻ കേൾക്കുന്നു ഒരു ഫാദർ വന്നിട്ട് കുട്ടി മരിച്ചെന്ന് പറഞ്ഞിട്ട് 3 മണിക്കൂറായി, പിന്നെ ഒന്നും ഇവിടുന്ന് ഒന്നും പറഞ്ഞിട്ടില്ല എന്നും പറഞ്ഞിട്ട് ഇവരുടെ അടുത്ത് ചൂടാവും. അയാൾ വോയിസ് നല്ലപോലെ റേസ് ചെയ്തപ്പോൾ ഇവരൊന്ന് പേടിച്ചിട്ട് നിങ്ങൾ മാത്രം അകത്തോട്ട് കയറി വാ, എൻ്റെ കൂടെ വാന്നും പറഞ്ഞിട്ട് അയാളെ മാത്രം വിളിച്ചിട്ട് പോയി. അത് ആ മരിച്ച കുഞ്ഞിന്റെ അച്ഛനാണെന്ന് തോന്നുന്നു. 3 കുട്ടികളൊക്കെ മരിക്കുന്നുണ്ടാവും. അത് വലിയ വാർത്തയാവത്തുമില്ലായിരിക്കും. അതെ, കുഞ്ഞും മരിച്ചത് കൊണ്ടാണ് വാർത്തയായത്. അപ്പൊ ആ ഫാദർ തന്നെ പറയുന്നു 3 മണിക്കൂറിന് മുമ്പ് അവരെ അറിയിച്ചിരിക്കുന്നു കുഞ്ഞ് മരിച്ചു എന്ന്. പിന്നെ ഒരു അപ്ഡേറ്റ് ഇവർ കൊടുത്തിട്ടില്ല. അപ്പം ഈ പറയുന്ന പോലെ അവർക്ക് ഒരു സ്റ്റോറി ഉണ്ടാക്കാനുള്ള സമയമായിരിക്കും ഈ 3 hours. എന്താണ് അതിൻ്റെ അകത്ത് നടക്കുന്നതെന്ന്. ഞാനല്ലേ ഒരു ലേബർ കണ്ടത്. ആ ക്രൗണിങ് നടക്കുന്ന സമയത്ത് ആ കുഞ്ഞ് താഴെ പോയിരുന്നെങ്കിലോ ഇവരാര് പിടിച്ചേനെ അതിനെ? ആ കുഞ്ഞിന്റെ തല ഞാൻ കണ്ടു. അവർ ആ കുട്ടി ബെഡിൽ നിന്ന് എണീക്കുമ്പോഴത്തേക്ക് തല വെളിയിൽ വരുന്നുണ്ട് എന്നുള്ളത് എനിക്ക് കാണാം. അപ്പോൾ അത് താഴെ പോയെങ്കിൽ ആ കുഞ്ഞ് അപ്പോഴേ തീർന്നില്ലേ? ഇവരാരും കയ്യിൽ ഇപ്പോൾ ഇതിൻ്റെ ഈ ഇഷ്യൂ ഞാൻ FBയിൽ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് കുറേ ലേഡീസ് എനിക്ക് മെസ്സേജ് അയക്കുന്നു, ആലപ്പുഴ ഉള്ളതാണ് ചേച്ചി പറഞ്ഞതെല്ലാം സത്യമാണ്, മോനിപ്പോൾ 6 വയസ്സായി, അതുകൊണ്ട് പിന്നെ ഇനി പ്രസവിക്കുന്നില്ല എന്ന് തീരുമാനിച്ച ആൾക്കാരുണ്ട് അവിടുത്തെ ആ ഒരു അനുഭവം കൊണ്ട്. അപ്പോൾ 6 വർഷവും 4 വർഷമൊക്കെ ആയിട്ട് ഇത് നടക്കുന്നുവെങ്കിൽ 6 വർഷവും 4 വർഷമായിട്ട് ആ ടോയ്ലറ്റിന് സീറ്റും പിടിപ്പിച്ചിട്ടില്ല, ആ കതവിന് കുറ്റിയും വെച്ചിട്ടില്ല. ഇതിപ്പോഴും അവിടെ അങ്ങനെ തന്നെയാണ് നടക്കുന്നത്. പിന്നെ ഞാൻ മെഡിസിറ്റിയിൽ വന്നപ്പോഴത്തേക്ക് അവർ ഈ കയ്യിലെ പാടൊക്കെ കൊണ്ടിട്ടായിരിക്കണം. പിന്നെ അവിടുത്തെ ഗൈനക്കോളജിസ്റ്റ് ഓടി വന്ന് ആദ്യം ചെയ്ത് എൻ്റെ കൈ പിടിക്കുകയാണ് ചെയ്തത്. പിടിച്ചിട്ട് പറഞ്ഞു, ലയോണ പേടിക്കരുത്, 32 വീക്സായി നമുക്ക് കുഞ്ഞിനെ സേവ് ചെയ്യാമെന്ന്. വണ്ടാനത്ത് വെച്ചിട്ട് ഞാനുമായിട്ട് അവിടുത്തെ ഒരു ഡോക്ടറിനുള്ള ഫസ്റ്റ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇതിൽ ഒപ്പിട് എന്ന് പറഞ്ഞൊരു പേപ്പർ എനിക്ക് തന്നു. ആ പേപ്പർ വായിച്ചു നോക്കിയപ്പോഴാണ് അതിൽ എഴുതിയിരിക്കുന്നത് എൻ്റെയോ കുഞ്ഞിൻ്റെയോ ജീവന് ഹോസ്പിറ്റലിന് ഒരു ഉത്തരവാദിത്വവും ഇല്ല, എന്തൊക്കെയാണ് റിസ്ക് എന്നുള്ളത് എന്നെ പറഞ്ഞ് മനസ്സിലാക്കിയെന്ന്. ഇതാ പേപ്പറിൽ എഴുതിയിട്ടേ ഉള്ളൂ. ഒരു അക്ഷരം ഇവരാരും എൻ്റെ അടുത്ത് മിണ്ടിയിട്ടില്ല. മിണ്ടാതെ എന്നെ എന്തിവർ പറഞ്ഞ് മനസ്സിലാക്കിയെന്നാണ്. പിന്നെ അവിടുന്ന് വരണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ സൈൻ ചെയ്ത് കൊടുത്തിട്ട് ഇറങ്ങിയതാണ്. അങ്ങനെ ഇവിടെ വന്നു. ഇവിടെ വന്നപ്പോൾ തന്നെ അവർ ഡോക്ടറിൻ്റെ കൈ പിടിച്ചപ്പോൾ എൻ്റെ ടെമ്പറേച്ചർ ഡോക്ടറിന് മനസ്സിലായിട്ടുണ്ടാവണം. കോവിഡ് ടെസ്റ്റിന് എഴുതി. ഞാൻ സ്ട്രോങ് കോവിഡ് പോസിറ്റീവ് ആയിരുന്നു. അപ്പോഴും തന്നെ മെഡിസിറ്റിയിൽ എന്നെ ഐസൊലേറ്റ് ചെയ്താണ് പിന്നെ കൊണ്ടുപോയത്. എൻ്റെ റിലേറ്റീവ്സിനോടും പറഞ്ഞു പോകണം, ബിക്കോസ് ഞങ്ങളെല്ലാവരും ഒരു ആംബുലൻസിലാണല്ലോ വന്നത്. അപ്പം അവിടുത്തെ ലേബർ റൂമിൽ എന്നെ കിടത്താൻ പറ്റില്ല എന്ന്. അപ്പോൾ നോക്കൂ, അവർ അവിടെ കിടക്കുന്ന ഗർഭിണികളെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. എനിക്ക് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഒരു തിയേറ്റർ സെറ്റ് ചെയ്തിട്ടാണ് എൻ്റെ സിസേറിയൻ അവർ ചെയ്തത്. ഞാൻ കോവിഡ് പോസിറ്റീവ് ആയതുകൊണ്ട്. ഈ കോവിഡ് പോസിറ്റീവ് ഉള്ള ഞാനാണ് മാസ്കോ, സാനിറ്റൈസറോ, ഹാൻഡ് വാഷോ ഒന്നും ഇല്ലാതെ 10-14 ഗർഭിണികളുടെ കൂടെ ഒരു രാത്രി മുഴുവനും പിറ്റേന്ന് ഉച്ചവരെയും ടൈം സ്പെൻഡ് ചെയ്തത്. കോവിഡ് ടെസ്റ്റ് പോയിട്ട് എന്നെ ഒരാൾ തൊട്ടാലല്ലേ എനിക്ക് പനിയുണ്ടെന്ന് അവർ അറിയത്തുള്ളൂ. ഈ പറയുന്ന ഡോക്ടേഴ്സ് ചാരി കിടന്ന് തന്നെ എന്താ പോയി കട, ഇത്രയും മാത്രമാണ് എന്നോടുള്ള കമ്മ്യൂണിക്കേഷൻ. അത് ഞാൻ അങ്ങനെ എനിക്ക് ഈ ഫീൽഡിനെ കുറിച്ച് അറിയത്തില്ല. പക്ഷെ ഡെലിവറി പെയിൻ വന്നു എന്ന് പറഞ്ഞാൽ ആദ്യം ചെയ്യുന്ന കാര്യമാണ് പെൽവിക് എക്സാം. PVG ആണ് ആദ്യം ചെയ്യേണ്ടത്. അത് ചെയ്യാനെങ്കിലും ഒരാൾ വന്നാലല്ലേ എന്നെ അവർക്ക് തൊടാൻ പറ്റൂ. എനിക്ക് പനിക്കുന്നുണ്ട് എന്നുള്ളത് എന്നെ തൊട്ടാലല്ലേ അവർ അറിയത്തുള്ളൂ എൻ്റെ ബോഡിയിൽ ടെമ്പറേച്ചർ ഉണ്ടെന്ന്. അത് നടന്നിട്ടില്ല. അപ്പോൾ ഞാൻ ഈ 14 പ്രഗ്നന്റ് ലേഡീസിൻ്റെ കൂടെ ഞാൻ സ്ട്രോങ് കോവിഡ് പോസിറ്റീവ് ആയിട്ടുള്ള ഞാൻ സ്പെൻഡ് ചെയ്തു ഒരു രാത്രി മുഴുവനും. പിറ്റേന്ന് ഒരു 12 മണി വരെ ഒന്നുമില്ല, മാസ്ക് പോലും ഇല്ലാതെയാണ് ഞാൻ അവരുമായിട്ട്. കാരണം എനിക്കും അറിയത്തില്ല ഞാൻ കോവിഡ് പോസിറ്റീവ് ആണെന്ന്, അവർക്കും അറിയത്തില്ല. അപ്പോൾ ഞാൻ കരയുമ്പോൾ എന്നെ തൊട്ടവരുണ്ട്, ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വന്ന് കണ്ണീർ കുറച്ചവരുണ്ട്. അവരും പ്രഗ്നൻ്റ് ആണ്, അവർക്കും അറിയത്തില്ല. ഇനി ഇവിടെ വന്നിട്ട് മാക്സിമം നമ്മളൊരു ആംബുലൻസിൽ വരുന്ന ഒരാളെ എങ്ങനെ ഈ മെഡിസിറ്റിയിലോട്ട് വന്നപ്പോഴത്തേക്ക് ആംബുലൻസ് വന്ന് നിൽക്കുമ്പോൾ തന്നെ ഗൈനക്കോളജിസ്റ്റ് ഓടി വരുന്നു, പ്രഗ്നൻ്റ് ആണെന്നുള്ളത് പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് തന്നെ നഴ്സസ് വരുന്നു, വീൽ ചെയർ എടുക്കുന്നു, കൊണ്ടുപോകുന്നു. പക്ഷേ വണ്ടാനത്ത് ചെന്ന് ആംബുലൻസിൻ്റെ സൈറൻ ഓഫായിട്ട് ഞാൻ ഇറങ്ങിയപ്പോൾ എന്നെ കൊണ്ടുവന്ന ചേട്ടനാണ് അകത്ത് പോയി ഒരു വീൽ ചെയർ ഒപ്പിച്ചിട്ട് വരുന്നത്. ഒരു ആംബുലൻസ് ഒരു ഹോസ്പിറ്റലിൻ്റെ മുമ്പിൽ വരുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ. അവിടെ എത്തിയപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി എന്നെ ഇങ്ങോട്ട് വിട്ടവർക്ക് തെറ്റിയതാണോ അതോ ഈ ആംബുലൻസ് ഓടിച്ച ചേട്ടന് തെറ്റിയതാണോ, ഇതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നോ എന്ന്.
അപ്പം പെയിൻ എന്ന് പറഞ്ഞ് ഞാൻ ചെന്നിട്ട് പിറ്റേ ദിവസം രാവിലെ വരെ എനിക്കൊരു മെഡിസിനോ ഒരു ട്രിപ്പോ ഒരു കാനോളോ ഒന്നും ചെയ്തിട്ടില്ല. അപ്പം പിന്നെ ഞാൻ എന്നെ എന്തിനാണ് ഈ മെഡിക്കൽ കോളേജിലോട്ട് വിട്ടതെന്നാണ് ഞാൻ ആദ്യം ചിന്തിച്ചത്. അങ്ങനെ അവിടുന്ന് വാങ്ങിച്ചു, നമ്മൾ മെഡിസിറ്റിയിൽ വന്നു, കിട്ടേണ്ട കെയർ ഒക്കെ കിട്ടി. മാക്സിമം 2 വീക്സ് എക്സ്റ്റെൻഡ് ചെയ്യാൻ അവർ നോക്കിയെങ്കിലും അൺഫോർച്ചുനേറ്റ്ലി വാട്ടർ ബ്രേക്ക് ചെയ്തു. അവർ പെട്ടെന്ന് തന്നെ കുഞ്ഞിന് ഇൻഫെക്ഷൻ വരുന്നതിന് മുമ്പ് കുഞ്ഞിനെ പുറത്തെടുക്കണമെന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് ഓപ്പറേഷൻ തിയേറ്ററിൽ സെറ്റാക്കി അവിടെ സിസേറിയൻ നടന്നു. ഇപ്പോൾ ഞാനും കുഞ്ഞും ഹെൽത്തി ആയിട്ട് വീട്ടിലെത്തി. ഒരു വീക്കിൻ്റെ ഡിഫറൻസിലാണ് ഞാൻ അഡ്മിറ്റായ തിങ്കളാഴ്ചയുടെ അടുത്ത തിങ്കളാഴ്ചയാണ് ഈ പറയുന്ന കുട്ടി അഡ്മിറ്റ് ആവുന്നത്. ഈ ഒരു വീക്ക് മുമ്പേ എനിക്ക് പെയിൻ വന്നിരുന്നെങ്കിലോ എന്ന് ആലോചിച്ചിട്ട് ഞാൻ പേടിക്കാത്ത ദിവസമില്ല. അപ്പം അവിടുന്ന് വന്നത് ഞാൻ മെഡിസിറ്റി ഹോസ്പിറ്റലിൽ എൻ്റെ അടുത്ത് റിവ്യൂ ചോദിച്ചപ്പോഴേ ഞാൻ പറഞ്ഞത് ഇതാണ്. ആ ഹോസ്പിറ്റലിൽ നിന്ന് വരാനെടുത്ത തീരുമാനമാണ് എൻ്റെ മോൻ്റെ ലൈഫിൽ ഞാൻ എടുത്ത ഏറ്റവും വലിയ ബെസ്റ്റ് ചോയ്സ്. അവിടുത്തെ ന്യൂ ബോൺസിനെ കൊണ്ടവർ കൊടുക്കുന്നതാണ്. ഈ പ്രസവിച്ച കുഞ്ഞിൻ്റെ അമ്മ ബെഡിൽ നിന്ന് എണീക്കുന്നവരെ, അത് സിസേറിയൻ ആയാലും സുഖപ്രസവമായാലും ബെഡിൽ നിന്ന് എണീക്കുന്നവരെ ഇവർക്ക് കട്ടിൽ കൊടുക്കില്ല. അപ്പോൾ ഈ കുട്ടീനെ കൊണ്ടുവന്ന് കൊടുക്കുന്ന ബൈസ്റ്റാൻഡേഴ്സ് എന്താ ചെയ്യുക, ആ തറയിൽ നെറ്റ് മൂടണമെങ്കിൽ തറയിൽ കിടത്തിയേ പറ്റത്തുള്ളൂ. അവിടെ ചെയേഴ്സ് മാത്രമേ ഉള്ളൂ, ആരും ചരിയാൻ പാടില്ല, ചരിഞ്ഞ് കിടക്കാനും പാടില്ല. ആ ചെയറിൽ ആ കൊച്ചിനെ വെച്ചിരിക്കണം. അവർ ആ കൊതുക് കൊച്ചിനെ കടിക്കാതിരിക്കാൻ താഴെ കിടത്തിയിട്ട് നെറ്റ് ഇട്ട് മൂടും. അപ്പോഴും ആ സ്ത്രീ ഷൗട്ട് ചെയ്യണം, ഒന്നാലും ഇവിടെ സ്ഥലമില്ല, എടുത്ത് മടിയിൽ വെക്കാൻ. എടുത്ത് മടിയിൽ വെച്ചാൽ എന്താണ്, കുട്ടികളെയും കൊതുക് കടിക്കും. ഒരു ന്യൂ ബോണിന് നമ്മൾ എന്തോരം ഇപ്പോൾ ഈ ഹോസ്പിറ്റലിൽ നിന്ന് എന്നെ വിട്ടത് വിത്ത് സാനിറ്റൈസറാണ്. കുഞ്ഞിനെ എടുക്കുന്നവരുടെ കൈ സാനിറ്റൈസ് ചെയ്യാൻ പറയണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് വിട്ട്. അപ്പം ഞാൻ അവിടെ ജനിച്ച കുട്ടികളുടെ കാര്യം ആലോചിക്കുക. ഈ കൊതുകും കൂട്ടിലാണ് ആ കുട്ടികൾ നിൽക്കേണ്ടത്. എപ്പോൾ ബെഡ് കിട്ടുന്നോ അപ്പോഴേ അവർക്ക് അവിടുന്ന് പോകാൻ പറ്റും. ആ കുഞ്ഞിനെയും കൊണ്ട്, ഈ കുഞ്ഞിനെ കൊണ്ട് പുറത്ത് കൊടുക്കാൻ പറ്റത്തില്ല. ഈ കുഞ്ഞിനെ ഹോസ്പിറ്റലിൻ്റെ വെളിയിൽ ആർക്കെങ്കിലും കൊണ്ടുപോകാൻ പറ്റുമോ? ന്യൂ ബോണാണ്, കൊണ്ടുപോകാൻ പറ്റത്തില്ല. അവിടെ തന്നെ വെച്ചുകൊണ്ടിരിക്കണം. ഈ പുറത്തിരിക്കുന്ന ബൈസ്റ്റാൻഡേഴ്സ് തന്നെ അവിടെ ഇരിക്കാൻ സ്ഥലമില്ല. ആ അഴുക്ക് തറയിലും കൊതുകിൻ്റെ കൂട്ടിലുമാണ് നിൽക്കേണ്ടത്. ഇതിലെല്ലാം രസം 6 വർഷമായിട്ട് ഈ ക്ലോസറ്റും ഈ ബാത്റൂംസും ഒക്കെ ഇങ്ങനെയാണെന്നുള്ളതാണ്. ഞാൻ അവിടെ നിൽക്കുമ്പോഴും അവിടുത്തെ ക്ലീനേഴ്സൊക്കെ ഓരോ ഡെസ്കിൽ കിടന്ന് സുഖമായിട്ട് ഉറങ്ങുന്നുണ്ട്. ഇവർ വിചാരിച്ചാൽ ആ കെട്ടി നിൽക്കുന്ന വെള്ളം കളയാൻ പറ്റും. അവരത് ചെയ്യുന്നില്ല. അവർ ചെയ്യേണ്ട ആവശ്യവും വരുന്നില്ലല്ലോ. ഇതൊക്കെ 6 വർഷമായിട്ട് നടക്കുന്നുണ്ടെങ്കിൽ അത് ഇപ്പോഴും ആരും ചോദ്യം ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് അവരത് ക്ലീനാക്കി വെക്കേണ്ടത്? ഈ പറയുന്ന ന്യായീകരിക്കുന്ന സൂപ്രണ്ട് ആയാലും ശരി, ഇവരൊക്കെ ഈ ഹോസ്പിറ്റലിനകത്ത് തന്നെ ഉള്ളതല്ലേ. ഈ ലേബർ റൂമിൻ്റെ അകത്ത് ഫാൻ ഇല്ല എന്നുള്ളതും കൊതുകിനെ ഓടിക്കാൻ ഒരു വഴിയില്ല എന്നുള്ളതും ഒക്കെ ഇവർക്കൊക്കെ അറിയാവുന്ന കാര്യം തന്നെ ആയിരിക്കും. അപ്പം അവരത് ചെയ്യുന്നില്ല. ദേ ആർ ജസ്റ്റ് ഇഗ്നോറിങ് ഇട്ട്. അത് ചെയ്തിട്ട് കൊണ്ട് അവർക്കൊന്നും ഒരു മെച്ചവും ഇല്ല. ആരെങ്കിലും അതിൻ്റെ അകത്ത് കയറി ഫോട്ടോയോ വീഡിയോ ഒക്കെ എടുത്താലല്ലേ ഇത് പുറത്ത് പോകത്തുള്ളൂ. എന്തായാലും പ്രഗ്നൻ്റ് ആയിട്ടുള്ളവരുടെ കൂടെ ആരെയും അകത്ത് എൻകറേജ് ചെയ്യത്തുമില്ല. അപ്പോൾ ദയവ് ഇത് ആരും അങ്ങോട്ട് പോകാതിരിക്കുക, അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എത്ര കുഞ്ഞുങ്ങളുടെ ജീവനോട് നഷ്ടപ്പെട്ടുണ്ടായിരിക്കും. അതെ, അത് ഇപ്പോൾ ഈ വാർത്ത ഇങ്ങനെ ഒരു വലിയ വൈറൽ വാർത്തയാവാനുള്ള കാരണം അമ്മയും കുഞ്ഞും മരിച്ചുകൊണ്ട് മാത്രമാണ്. അല്ലെങ്കിൽ ഒരിക്കലും ഇത് വലിയ വാർത്തയാവത്തില്ലായിരുന്നു. കുഞ്ഞിന്റെ അമ്മയുടെ അല്ലെങ്കിൽ വീട്ടുകാരുടെ ശ്രദ്ധക്കുറവ് കാരണം കുഞ്ഞ് മരിച്ചു, അങ്ങനെ എഴുതിയ കൊടുത്ത് അവരെ പറഞ്ഞു വിടും. എന്താണ് ഇനി വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് വരാനുള്ള അമ്മമാരോട് എന്താണ് പറയാനുള്ളത്? നിങ്ങളെ ഒരിക്കലും നമുക്ക് നമ്മുടെ പ്രസവം എന്നൊക്കെ പറയുന്ന നമ്മുടെ കുടുംബത്തിന് അത് എത്ര വലിയ കാര്യമാണെന്ന് നമ്മൾ പ്രഗ്നൻ്റ് ആകുമ്പോൾ തൊട്ട് എത്ര പേരാണ് കാത്തിരിക്കുന്നത് ആ കുഞ്ഞിനെ ഒന്ന് കയ്യിൽ മേടിക്കാനായിട്ട്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ എന്തോ നമ്മൾ ടോയ്ലറ്റ് യൂസ് ചെയ്യാൻ അവിടെ ചെന്നതുപോലെയാണ് അവർ പ്രസവം കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് മറക്കാൻ പറ്റാത്തൊരു ദിവസമായിരിക്കണം നമ്മുടെ ഡെലിവറി ഡേ. പക്ഷേ അത് നേരെ ഓപ്പോസിറ്റ് ആവും നിങ്ങൾ വണ്ടാനത്ത് പോയി കഴിഞ്ഞാൽ. നിങ്ങൾക്ക് ഒരിക്കലും ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത ദിവസമാവും അവിടെയാണ് നിങ്ങൾ ഡെലിവറിക്ക് പോകുന്നതെങ്കിൽ. കുഞ്ഞ് രക്ഷപ്പെടാൻ അവിടെ പോകണം എന്ന് പറയുന്ന ഹോസ്പിറ്റലുകാരോട് നിങ്ങൾ ആദ്യം പോയി അവിടെ ഒന്ന് കാണണം. കുഞ്ഞും രക്ഷപ്പെടില്ല, അമ്മയും രക്ഷപ്പെടില്ല. അത്രയ്ക്ക് ഇൻഫെക്ഷൻ പ്രോൺ ആണ്. എല്ലാത്തിനോടും ഓപ്പൺ ആയിട്ടാണ് പ്രഗ്നന്റ് ആയിട്ടുള്ളവർ അവിടെ ഇട്ടിരിക്കുന്നത്. ഇപ്പം ഞാനിട്ട പോസ്റ്റിലായാലും തന്നെ ഞാൻ വീണ ജോർജ് എന്നും പറഞ്ഞ് ടാഗ് ചെയ്തിട്ടുണ്ട്. എൻ്റെ പോസ്റ്റിന് താഴെ കമന്റ് ചെയ്യുന്നവരൊക്കെ വീണ ജോർജ് ഹെൽത്ത് മിനിസ്റ്റർ, ഹെൽത്ത് കേരള എന്നൊക്കെ പറഞ്ഞിട്ടാണ് കമന്റ് ചെയ്യുന്നത്. പക്ഷേ ഇതുവരെയും അതൊന്നും സീൻ ചെയ്യുകയോ, ഞാൻ പുള്ളിക്കാരിക്ക് ഞാൻ പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചു, മാം പ്ലീസ് കൺസിഡർ ദിസ് എന്ന് പറഞ്ഞിട്ട് ഞാൻ മെസ്സേജ് അയച്ചു. അതും കണ്ടില്ല. തിരക്കൊക്കെ ഉള്ളവരാണ്. പക്ഷേ ഇങ്ങനൊരു വിഷയമാകുമ്പോഴത്തേക്ക് ഞാനീ നേരത്തെ പറഞ്ഞ പോലെ ആ സൂപ്രണ്ട് ഇതുവരെ ആ ലേബർ റൂം കണ്ടിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ അയാൾ കണ്ടിട്ടും ഇഗ്നോർ ചെയ്യുന്നു. ഈ പറഞ്ഞ 6 വർഷം മുമ്പ് ജനിച്ച കുട്ടിക്കും ഞാൻ ഇതേ അവസ്ഥയിലൂടെയാണ് പോയെന്ന് പറഞ്ഞിട്ട് എനിക്ക് മെസ്സേജ് അയച്ച് ഇപ്പോഴും അവരത് പറയുമ്പോൾ കരയുക. അതുകൊണ്ടിട്ട് ഞാൻ പിന്നെ ഡെലിവറി നിർത്തി. ഇനി ഒരു കുഞ്ഞിനെ എനിക്ക് വേണ്ട എന്ന് ഞാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞിട്ട് വോയിസ് മെസ്സേജ് എൻ്റെ ഫോണിൽ ഇപ്പോഴും കിടപ്പുണ്ട് അവർ പറയുന്നത്. അപ്പോൾ 6 വർഷം കൊണ്ട് കുറ്റിയും കൊളുത്തും സാനിറ്റൈസേഷനും ഒന്നും ഇല്ലാത്ത ടോയ്ലറ്റ് ഈ പ്രഗ്നൻസിക്ക് വരുന്ന കുട്ടികൾക്ക് കൊടുക്കുന്നത് അവിടുത്തെ സൂപ്രണ്ടിന് അറിയാതിരിക്കണമെന്നൊന്നുമില്ല. 6 വർഷമായിട്ട് ലേബർ റൂം കാണാത്ത സൂപ്രണ്ടാണെങ്കിൽ എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല.